നമുക്ക് കോട്ട സാരീസിൽ എംബ്രോയിഡറി ആൻഡ് കട്ട് വർക്ക് ബോർഡറിൽ എംബ്രോയിഡറി ആൻഡ് കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ്. റേറ്റ് ആണെങ്കിലും 1990 ആണ് റേറ്റ് വരുന്നത്. നല്ല ഇത്രയും കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും ഒക്കെ വന്ന് കോട്ട മെറ്റീരിയൽ നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സ്റ്റാർച്ച് ചെയ്യണം എന്നുള്ളവർക്ക് ചെറിയൊരു സ്റ്റിഫ്നെസ് ഒക്കെ വേണം എന്നുള്ളവർക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റാർച്ച് ചെയ്യാം എന്ന് വിചാരിച്ച് കോട്ടൺ സാരി സ്റ്റാർച്ച് ചെയ്യുന്ന പോലെ അങ്ങനെ വടി പോലെ നിൽക്കുന്ന സാരീസ് അല്ല കേട്ടോ ഇത് കോട്ട മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സ്റ്റിഫ്നെസ് കിട്ടും വേണം എന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, നമുക്കല്ലാതെ തന്നെ എടുക്കാൻ പറ്റുന്ന സാരീസാണ്. അപ്പം ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു ചെറിയ പിങ്കും ലാവൻഡറും കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കളറാട്ടോ. എനിക്ക് തോന്നുന്നത് അത് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും നല്ലൊരു പ്ലസൻറ്റ് ഷെയ്ഡാണ് നേരിട്ട് കാണുമ്പോൾ. ഇത് സാരി നമ്പർ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഇതേപോലെയാണ്. ഇത് കണ്ടോ, ഇതേപോലെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് ഇതിൻ്റെ ബോർഡേഴ്സിൽ വന്നിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ബോഡിയിൽ ഇതേപോലെയുള്ള നല്ല ഫ്ലോറലിൻ്റെ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ പോർഷനിലേക്ക് വരുമ്പോൾ ഫുൾ നമുക്ക് ഇതേപോലെ ഈ ഒരു കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് ഫുൾ ബോർഡറിൽ വരും. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ എംബ്രോയിഡറി വർക്ക് ഇവിടെയാണ് വരുള്ളൂ. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ്. നമുക്ക് ഉടുക്കാനും നല്ല കംഫർട്ടബിളാണ്. ഇങ്ങനെ ചൂടൊന്നും എടുക്കുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ കൊടുക്കാനായിട്ട് നമുക്ക് ഇതേപോലെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഇതേപോലെ ആ ഒരു കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്കിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസ് നമുക്ക് ചെറിയൊരു ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം. കാരണം കട്ട് വർക്ക് സാരീസ് ആണല്ലോ. അല്ലാതെ നമുക്ക് റെഗുലറായിട്ട് എടുത്തുകൊണ്ട് പോകാനും ഒക്കെ നല്ല സാരീസാണ് കേട്ടോ. സാരി നമ്പർ 1 ഞാൻ പറഞ്ഞില്ലേ, ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒന്നുകൂടെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ചെറിയൊരു പിങ്കും ഒരു ലാവൻഡറും കൂടെയൊക്കെ ചേർന്ന് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാം. ഇതിൻ്റെ നോക്കി നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. ഗ്രീനൊക്കെ കണ്ടോ, നല്ലൊരു പ്രത്യേകതയുള്ളൊരു ഗ്രീനാട്ടോ. ഗ്രീനിൻ്റെ കളർ കോമ്പിനേഷൻ കണ്ടോ. ഇങ്ങനെയാണ് ഫ്ലവറിൻ്റെ ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലേക്കൊക്കെ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. ബ്യൂട്ടിഫുൾ സാരി. സാരി നമ്പർ 2. 3 വരുമ്പോൾ നോക്കി ഇതും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ്. ഒരു എൻ്റെ കളർ എന്നാ പറയണേ, പീച്ചാണോ, പീച്ചും പിങ്കും കൂടെ ചേർന്നൊരു ഷെയ്ഡ്. എനിക്കൊന്ന് ഈ ചാമ്പങ്ങയൊക്കെ പഴുക്കുമ്പോൾ ഉള്ള അല്ലേ അതേപോലെ ഉള്ളൊരു ഷെയ്ഡ്. അത്രയും ഇങ്ങനെ ബ്രൈറ്റ് പിങ്ക് അല്ല കേട്ടോ, നല്ല രസമുള്ള ഷെയ്ഡ്. സാരി നമ്പർ 3. സാരി നമ്പർ 4 വരുമ്പോൾ നല്ലൊരു പേർപ്പിൾ ഷെയ്ഡ്. സാരി നമ്പർ 4 നല്ലൊരു പേർപ്പിൾ ഷെയ്ഡ്. സാരി നമ്പർ 5 വരുമ്പോൾ നല്ലൊരു ഒണിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലേക്ക് വരും. സാരി നമ്പർ 5. സാരി നമ്പർ 6 ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. സാരി നമ്പർ 6 പൗഡർ ബ്ലൂ ഷെയ്ഡ്. പൗഡർ ബ്ലൂ ഷെയ്ഡിൽ ഒരു പീച്ച് ടോണിലേക്ക് വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. പൗഡർ ബ്ലൂ വിത്ത് പീച്ച്. അടുത്തത് വരുന്നത് സാരി നമ്പർ 7 പിങ്ക്. നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ്. എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ്സാണ് ഇതെല്ലാം. സാരി നമ്പർ 7. അതിനകത്ത് നേവി ബ്ലൂ ആണ് വർക്കിൻ്റെ കളർ വന്നിരിക്കുന്നത്. പിങ്ക് വിത്ത് നേവി ബ്ലൂ കോമ്പിനേഷൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ കോട്ട മെറ്റീരിയലിൽ കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നീ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു.